ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഐറ്റങ്ങളൊന്നും പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ അല്ല. മമ്മൂക്കയുടെ ബസൂക്ക സിനിമ ഇന്ന് കണ്ടു. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ സാധാരണ റിവ്യൂ കണ്ടിട്ട് പോയി സിനിമ കാണുന്ന ഒരാളല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ റിവ്യൂ കണ്ടിട്ട് പോയി സിനിമ കാണണമെന്നോ കാണണ്ടെന്നോ ഞാൻ ആദ്യമേ പറയുന്നില്ല. എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിനകത്ത് തോന്നിയത് കേട്ടോ. ആദ്യത്തെ ഒരു ഹാഫ് വരെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ല കുറച്ച് ലാഗ് ഫീൽ ചെയ്തു. നമുക്ക് മിസ്റ്റേക്ക് കണ്ടുപിടിക്കാനാണെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ അതിനകത്ത് ചില പോരായ്മകൾ പറയാനാണെന്നുണ്ടെങ്കിൽ കുറേയധികം സാധനങ്ങൾ അതിനകത്തുണ്ട്. അതുപോലെ തന്നെ ഹാഫ് കഴിഞ്ഞ് നമുക്ക് ഇതിന് നേരെ ഓപ്പോസിറ്റ് ആകും എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴും നമുക്ക് എവിടൊക്കെയോ കണ്ട് മറന്ന കുറേയധികം സാധനങ്ങളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരു ആക്ഷൻ സീൻ ആണെങ്കിലും അല്ലെ അങ്ങനെയുള്ള കുറേയധികം സാധനങ്ങൾ അതിനകത്ത് അങ്ങനെയുള്ള കുറേ മെറ്റീരിയൽ അതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ പുതിയൊരു ഡയറക്ടറുടെ ഒരു പടമാണ്. പിന്നെ എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനം എന്ന് പറയുന്നത് പുതിയ ഡയറക്ടർമാർ ഇതുപോലുള്ള ഓരോ സ്റ്റോറികൾ കൊണ്ട് വരുമ്പോൾ അവർക്ക് ഓരോ അവസരം കൊടുക്കുന്ന മമ്മൂക്ക എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു വലിയ സല്യൂട്ട് തന്നെ നമുക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് എനിക്കൊരു ഞാൻ ആദ്യമായിട്ടാണ് ഒരു മൂവിയുടെ റിവ്യൂ പറയുന്നത്. അപ്പോൾ എനിക്ക് അതിനകത്ത് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുകയാണെങ്കിൽ ലാസ്റ്റിലത്തെ ഒരു 20 മിനിറ്റ്സ് ഓരോരുത്തർക്കും ഓരോ പെർസ്പെക്റ്റീവ് ആയിരിക്കാം, ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആയിരിക്കാം. എന്നെ സംബന്ധിച്ച് മമ്മൂക്ക എന്ന് പറയുന്ന വ്യക്തി, 70 വയസ്സുള്ള മമ്മൂക്ക എന്ന് പറയുന്ന ഒരു വ്യക്തി ഇതുവരെ ചെയ്തിട്ടില്ലാത്ത രീതിയിലുള്ള ചില ഐറ്റങ്ങൾ അതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. അതായത് ലാസ്റ്റിലത്തെ ഒരു 20 മിനിറ്റ് മമ്മൂക്കയുടെ ഒരു അഴിഞ്ഞാട്ടം എന്ന് തന്നെ പറയാം. ആ ഒരു 20 മിനിറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ പോയി സിനിമ കണ്ടാൽ നിങ്ങൾക്ക് നഷ്ടം ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബാക്കിയൊക്കെ വിട്ടേക്കുക. അവസാനത്തെ ഒരു 20 മിനിറ്റ്സ് ഇത് ഞാൻ OTT വന്നിട്ട് കണ്ടോളാം എന്ന് പറയണ്ട. OTT വരുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ആ ഒരു ഫ്ലോ കിട്ടത്തില്ല. തിയേറ്ററിൽ പോയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു 2 മണിക്കൂറത്തേക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിരിക്കുമ്പോൾ അവസാനത്തെ ആ 20 മിനിറ്റ്സ് നമുക്ക് ശരിക്കും സ്ട്രൈക്ക് ചെയ്യും. നിങ്ങൾക്ക് സ്ട്രൈക്ക് ചെയ്യണമെന്നില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ ആദ്യമായിട്ടൊരു മൂവിയുടെ റിവ്യൂ പറയുന്നത്, പക്ഷെ ആ ഒരു 20 മിനിറ്റ്സ് മമ്മൂക്കയുടെ ഒരു അഴിഞ്ഞാട്ടം എന്ന് തന്നെ പറയാം, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആ ഒരു സാധനം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു സ്ഥാനത്തേക്ക് ലാലേട്ടനാണെങ്കിൽ നമുക്ക് ആ ഒരു ക്യാരക്ടർ അത് അങ്ങനെ ചെയ്യും എന്ന് നമുക്ക് പറയാം. നമുക്ക് അങ്ങനെ പുള്ളി ആ ഒരു രീതിയിൽ ചെയ്യുമെന്ന് നമുക്ക് പറയാം. പക്ഷേ മമ്മൂക്ക അത് ചെയ്യുമെന്ന് ഒട്ടും പ്രതീക്ഷയില്ല. കാരണം ആ പ്രായമുള്ള ഒരു മനുഷ്യൻ്റെ ഒരു ബോഡി വെച്ചിട്ട് നിങ്ങൾ തന്നെ ചിന്തിക്കുക, 30-35 വയസ്സ് കഴിഞ്ഞുള്ള നമ്മുടെ അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ വെച്ച് ചിന്തിക്കുക. അപ്പം 70 വയസ്സ് കഴിഞ്ഞ മനുഷ്യൻ ഇത്രയും എഫേർട്ട് എടുത്ത് ചെയ്തിട്ടുണ്ട്. അവസാനത്തെ ഒരു 20 മിനിറ്റ്സ് ഓവറായിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ഞാൻ മമ്മൂക്ക ഫിലിം കണ്ടിട്ടുള്ളത് വെച്ചിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ലാലേട്ടനാണ് നമ്മുടെ ഏറ്റവും ഫേവറേറ്റ്. പക്ഷെ മമ്മൂക്കയുടെ പടങ്ങളും ആണെങ്കിലും ഞാൻ മിസ് ചെയ്യാറില്ല, എല്ലാ പടങ്ങളും കാണുന്ന ഒരാളാണ്. പക്ഷേ ഈ ഒരു 20 മിനിറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ തിയേറ്ററിൽ പോയാൽ നിങ്ങൾക്ക് നഷ്ടം വരില്ല. ബാക്കി ഒരുപാട് പോസിറ്റീവുകളും ഒരുപാട് നെഗറ്റീവ്സും ഉണ്ടാവും. നെഗറ്റീവ്സ് ഒന്നും പറഞ്ഞ് സിനിമയെ മോശക്കാരനാക്കാനും ഞാനില്ല. ഒരുപാട് എടുത്തു പറഞ്ഞ് ഞാൻ പറയുന്നത് കേട്ടിട്ട് ഒരുപാട് എക്സ്പെക്ടേഷനുമായിട്ട് പോയാൽ നിങ്ങൾ ചിലപ്പോൾ നിരാശരാകും. പക്ഷെ നല്ലൊരു എന്റർടൈൻമെന്റ്, ബാക്കി എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചൊരു 2 മണിക്കൂറത്തേക്ക് പോയിരുന്ന സിനിമ കാണുക. അവസാനത്തെ ഒരു 20 മിനിറ്റ് മമ്മൂക്കയുടെ ഒരു അഴിഞ്ഞാട്ടം കൂടെ കാണാം എന്ന് തന്നെ ഞാൻ ഉറപ്പിച്ച് പറയുന്നു. അപ്പോൾ പുതിയ പുതിയ വീഡിയോസുമായിട്ട്, എൻ്റെ ആൻറ്റിക്സിൻ്റെ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ താങ്ക് യു. സേതു.